കണ്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള സിനിമകളിലൊന്നായിരിക്കും നാടോടിക്കാറ്റ് എന്ന് പറയുന്നത്. അത്ര ഇഷ്ടമാണ്. എത്ര കണ്ടാലും മതി വരില്ല, എത്ര കേട്ടാലും മതി വരില്ല. എനിക്ക് സിനിമ നാടോടിക്കാറ്റും പട്ടണപ്രവേശമൊക്കെയാണ് സന്ദേശം. ഇതൊക്കെ ഇപ്പോഴും ഞാൻ കാറിലൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴൊക്കെ ഇത് യൂട്യൂബിൽ പ്ലേ ചെയ്തിട്ട് അതിൻ്റെ ഡയലോഗ്സ് മാത്രം കേൾക്കാറുണ്ട്. അത് അത്ര ഇഷ്ടമാണ്. എത്ര കണ്ടാലും മതി വരില്ല, എത്ര കേട്ടാലും മതി വരില്ല. നാടോടിക്കാറ്റ് ഞാൻ എത്രയോ തവണ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള സിനിമകളിലൊന്നായിരിക്കും നാടോടിക്കാറ്റ് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സിനിമ. അത് ഇപ്പോഴും അത് റെലവൻ്റ് ആണ്. ഇപ്പോഴും അതിൻ്റെ ഈ തൊഴിലില്ലായ്മയും അതിന് വേണ്ടിയിട്ട് ഇറങ്ങി നടക്കുന്ന ചെറുപ്പക്കാരും അപ്പോൾ അവർ ചെയ്യുന്ന ഇങ്ങനത്തെ അഡ്വഞ്ചേഴ്സും എന്നൊക്കെ പറയുന്നത് പട്ടണപ്രവേശമൊക്കെ ഇപ്പോഴും നമ്മൾ സിനിമകൾ ആലോചിക്കുമ്പോഴൊക്കെ ഇതിൻ്റെ ചില മൊമെൻറ്റ്സ് ഒക്കെ മറ്റേ ദുബായ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അതുപോലത്തെ ഒരു എപ്പിസോഡ് നമുക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആലോചിക്കും. അപ്പോൾ അതിലെ കാസ്റ്റിംഗ് ആണെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാത്ത ക്യാരക്ടേഴ്സിനെ അങ്ങനെ കാസ്റ്റ് ചെയ്യപ്പെടുവാണല്ലോ. തിലകൻ സാറും കരമന ഇവരെന്നൊക്കെ പറയുന്നത് നമ്മൾ ഒട്ടും എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാസ്റ്റ് അല്ല. ഇവരൊക്കെ കോമഡി ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് പിന്നെ ലാലേട്ടൻ, ശ്രീനി സാർ അത് വേറെ ഡെഫിനറ്റ്ലി. തീർച്ചയായിട്ടും എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുള്ള അല്ലാതെ ഒരുപാട് രസകരമായിട്ടുള്ള കൾട്ട് ആ സിനിമ നമ്മളെങ്ങനെ പിൻഗാമിയൊക്കെ ഉണ്ട്. നമ്മളെ നല്ല രീതിയിൽ ഹോണ്ട് ചെയ്യുക എന്നുള്ള വാക്ക് ഞാൻ നല്ല രീതിയിലാണ് പറയുന്നത്. അതെ അങ്ങനത്തെ സിനിമ അതാണ് ഞാൻ ചോദിച്ചത്. ഇപ്പം അതെ അതെ നാടോടി എനിക്ക് ആ ഹ്യൂമറിനോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം. പേഴ്സണലി എനിക്ക് അങ്ങനത്തെ സിനിമകൾ കാണാനാണ് കൂടുതൽ താല്പര്യം. അത്